നമസ്കാരം, ന്യൂസ് ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ വാർത്തകൾ, ഒപ്പം സംസ്ഥാനത്തെ ചില പ്രധാന സംഭവങ്ങളുടെ തുടർച്ച, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിലേറ്റവും പ്രധാനം രാജ്യസഭാ സീറ്റ് വിഭജനം ഇരു മുന്നണിയിലും ഒരു പ്രതിസന്ധിയായി മാറുമോ എന്ന ചോദ്യമാണ്. ഇതിലേറ്റവും പ്രതിസന്ധി ഉണ്ടാവുക ഇടതു മുന്നണിയിലാവും. 3 ഒഴിവുകൾ വരുന്നുണ്ട്, പക്ഷേ 2 മാത്രമേ ഇടതു മുന്നണിക്ക് വിജയിപ്പിക്കാനാവൂ. അവിടേക്ക് അവകാശവാദം ഉന്നയിക്കുന്നത് CPIയും കേരള കോൺഗ്രസ് എമ്മുമാണ്. ആരെ പിണക്കും, ആരെ ഒപ്പം നിർത്തും? വലിയൊരു ചോദ്യമാണ് ഇടതു മുന്നണിയിൽ ഉയരുന്നത്. നമുക്ക് വിശദമായി ഇതിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ട്രെൻഡ്സിലേക്ക് സ്വാഗതം. രാജ്യസഭാ സീറ്റ് വിഭജനം ഇടതുമുന്നണിയിൽ കീറാമുട്ടിയാവുകയാണ്. ഇടതുമുന്നണിക്ക് വിജയിപ്പിക്കാൻ കഴിയുന്ന 2 സീറ്റുകളിൽ CPIയും കേരള കോൺഗ്രസും അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തുന്നതാണ് മുന്നണിയിൽ ഉണ്ടാവുന്ന പ്രതിസന്ധി. ബിനോയ് വിശ്വം, ജോസ് കെ മാണി, എളമരം കരീം എന്നിവരാണ് രാജ്യസഭയുടെ കാലാവധി ജൂൺ 1 അവസാനിപ്പിക്കുന്നത്. നിലവിലെ നിയമസഭയിലെ അംഗബലമനുസരിച്ച് ഇടതുമുന്നണിക്ക് 2 സീറ്റിലും UDFന് 1 സീറ്റിലും വിജയിപ്പിക്കാൻ കഴിയും. എളമരം കരീമിന്റെ ഒഴിവിൽ CPM 1 സീറ്റ് ഏറ്റെടുക്കും. ഒരു നിലപാടാണ് CPM നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. അവശേഷിക്കുന്ന 1 സീറ്റ് ആർക്ക് നൽകുമെന്നതാണ് വെല്ലുവിളി. CPIയും കേരള കോൺഗ്രസ് എമ്മിനും അഭിമാന പ്രശ്നമാണ് രാജ്യസഭാ സീറ്റ്. കാരണം 2 പാർട്ടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൈവശം വെച്ചിരിക്കുന്ന സീറ്റുകളാണിത്. അതുകൊണ്ട് തന്നെ കാലാവധി കഴിഞ്ഞാലും ജയിക്കാൻ കഴിയുന്ന രാജ്യസഭാ സീറ്റിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കാനാണ് 2 പാർട്ടികളുടെയും തീരുമാനം. ഇടതുമുന്നണി സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന സമയത്ത് തങ്ങൾക്ക് ഒരേ സമയം 2 രാജ്യസഭാ സീറ്റുകൾ ഉണ്ടാവാറുണ്ട് എന്നതാണ് CPIയുടെ അവകാശവാദം. ഒപ്പം തങ്ങളുടെ സീറ്റിൽ മറ്റാരും അവകാശവാദം ഉന്നയിക്കുന്നതിൽ അടിസ്ഥാനമില്ല. മുന്നണി യോഗത്തിൽ സീറ്റ് ആവശ്യം ശക്തമായി ഉന്നയിക്കുമെന്ന് അല്പസമയം മുമ്പ് ബിനോയ് വിശ്വം ന്യൂസ് 8നോട് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ CPI കൂടുതൽ കടുത്ത നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു എന്നതാണ്. തൽക്കാലം മുന്നണി യോഗത്തിൽ ചർച്ചയായിട്ടില്ലെങ്കിൽ കൂടിയും വരാനിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ടും ഉണ്ടാവുന്നത്. അതേസമയം തങ്ങൾ ഇടതു മുന്നണിയിലേക്ക് വരുമ്പോഴേ തങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ജോസ് കെ മാണിക്ക് തന്നെ സീറ്റ് വേണമെന്നതുമാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. ഇന്ന് കോട്ടയത്ത് ചേരുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ യോഗം രാജ്യസഭാ സീറ്റ് ആവശ്യം ഔദ്യോഗികമായി ഉന്നയിക്കാനും തീരുമാനമെടുക്കും. UDFന് ജയിക്കാൻ കഴിയുന്ന 1 സീറ്റ് മുസ്ലിം ലീഗിന് നൽകാനാണ് സാധ്യത. അത് സംബന്ധിച്ച ധാരണയാണ് തൽക്കാലം UDF കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. എന്തായാലും ഇതെന്താണ് ഇടതുമുന്നണിയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ആവാതിരിക്കാൻ CPM നേതൃത്വം ജാഗ്രത കാട്ടുമോ, CPM വിട്ടുവീഴ്ച ചെയ്യുമോ? അങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ജൂണിൽ ഉണ്ടാവുന്ന ഈ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിൽ ആരംഭിച്ചിട്ടുമുണ്ട്. അതാണ് CPIയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും കേന്ദ്രങ്ങളുടെ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ CPM ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്നതും ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടി ഈ ചർച്ചകളെ സ്വാധീനിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയായി മാറുന്നു. നമുക്ക് പരിശോധിക്കാം ഇതിന്റെ രാഷ്ട്രീയം എന്താണെന്ന്. തിരുവനന്തപുരത്ത് VV അരുൺ, ഒപ്പം കോട്ടയത്ത് G ശ്രീജിത്തും നമുക്കൊപ്പം വിശദമായി തന്നെ ചേരുകയാണ്. എന്താണ് ഇതിന്റെ രാഷ്ട്രീയം, ഇതിന്റെ സാഹചര്യം? അരുൺ, ഇടതുമുന്നണിയിൽ തൽക്കാലം ഒരു പ്രതിസന്ധിയൊന്നും നമുക്ക് പറയാൻ വഴിയില്ല. കാരണം അതൊരു തർക്ക വിഷയമായി മാറിയിട്ടില്ല. പക്ഷേ ഇതൊരു തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് മുന്നിൽ കാണാം. കാരണം അല്പസമയം മുമ്പാണ് CPI അവിടെ ശക്തമായ നിലപാടെടുക്കുന്നത്. ഒപ്പം കേരള കോൺഗ്രസ് എം കേന്ദ്രങ്ങളും അങ്ങനെ നിലപാടെടുക്കും. അങ്ങനെ ഇരു ഘടകകക്ഷികളും അങ്ങനെ ഒരു നിലപാടെടുത്താൽ CPM ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടായിരിക്കും ഒരു പക്ഷേ നിർണായകമാവുക. ഇത് ഇടതുമുന്നണിയിൽ ഒരു തർക്ക വിഷയമാകുമോ? നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് അരുൺ? 2 സീറ്റിൽ 3 സീറ്റിൽ മത്സരം വരുമ്പോൾ 2 സീറ്റിൽ വിജയിക്കാനാകും. ആ സാഹചര്യത്തിൽ അതിലൊന്ന് തങ്ങൾക്കുള്ളതാണെന്ന് CPM ഉറപ്പിക്കും. കാരണം CPMനും രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ നേരത്തേക്കുണ്ടായിരുന്ന പോലുള്ള ഒരു സ്വാധീനമില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഒരു സീറ്റ് അവിടെ ഉറപ്പിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം സീറ്റ് കിട്ടുമെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്ന കാര്യമാണ്. കേരളം വിട്ടാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ രാജ്യസഭ വളരെ പ്രധാനപ്പെട്ട സീറ്റായി CPM കാണുന്നു. 2 സീറ്റിൽ 1 അവർ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ നിയമസഭയിലെ കക്ഷിനില വെച്ച് നോക്കുമ്പോൾ 2 സീറ്റിലാണ് ഇടതുമുന്നണിക്ക് ഇവിടെ നിന്ന് സ്ഥാനാർത്ഥികളെ രാജ്യസഭയിലേക്ക് വിജയിപ്പിക്കാനാവുന്നത്. അതിൽ 1 സീറ്റ് CPM എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ ഈ ഒഴിവ് വരുന്ന 2 സീറ്റും അത് ഒന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ജോസ് കെ മാണിയുടേതാണ്, മറ്റൊന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെതാണ്. ഈ 2 സീറ്റുകളും അവരിൽ നിന്ന് പിടിച്ച് ആരുടെ 1 സീറ്റ് തിരിച്ചെടുക്കേണ്ടി വരുമെന്നുള്ളതാണ് CPMനെ കുഴയ്ക്കുന്ന വിഷയം. കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റാകട്ടെ UDFിലായിരുന്നപ്പോൾ രാജ്യസഭ
MP ആയിരുന്നു ജോസ് കെ മാണി. അത് രാജിവെച്ച് അദ്ദേഹം ഇടതുമുന്നണിക്കൊപ്പം വരുന്നു. ഇവിടേക്ക് വരുമ്പോഴും ആ സീറ്റ് നൽകി CPM അവരെ സ്വീകരിക്കുന്നു. അന്ന് CPM-ലുണ്ടായ ധാരണ നേതാക്കൾ പറഞ്ഞതും അവരുടെ അവശേഷിക്കുന്ന കാലാവധി അവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അടുത്ത ടൈം അവർക്ക് നൽകുമെന്ന കാര്യത്തിൽ CPM ഒരു ഉറപ്പും നൽകിയിട്ടില്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അത്തരമൊരു അവകാശവാദം ഇതുവരെയും ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ഉന്നയിച്ചതായും അറിവില്ല. പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായും ജോസ് കെ മാണിക്ക് രാജ്യസഭാ MP സ്ഥാനം മാറിയാൽ മറ്റൊരു പദവിയില്ല, പാർട്ടി അധ്യക്ഷ ചെയർമാൻ സ്ഥാനത്ത് അപ്പുറത്തേക്ക് ഒരു പദവിയില്ല. അതുകൊണ്ട് തന്നെ ആ സീറ്റ് അവർ ആവശ്യപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. വിശദാംശങ്ങൾ സീറ്റ് നൽകും. CPയുടെ നിലപാടും ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്തതാണ്. ആ സീറ്റ് CPയുടേതാണ്. 2 സീറ്റ് ഒഴിവന്നാൽ 2 സീറ്റ് ഒഴിവന്നാൽ 1 തങ്ങൾക്കുള്ളതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ദേശീയ സെക്രട്ടറി കൂടിയാണ് ബിനോയ് വിശ്വം. അദ്ദേഹം ഒഴിയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലാവധി തീരുമ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തിന് വീണ്ടും അയക്കണം, അല്ലെങ്കിൽ മറ്റൊരു നേതാവ് ഇവിടെ നിന്ന് പോകണം. അതുകൊണ്ട് ആ സീറ്റ് വിട്ടുകൊടുക്കാൻ CPI തയ്യാറാകില്ല. മുന്നണി യോഗത്തിൽ ആ വിഷയം CPI നേതൃത്വം ആ നിലപാട് വ്യക്തമാക്കും. മുന്നണി നേതൃത്വം ഇപ്പോൾ ഇത്തരം ചർച്ച തങ്ങളുടെ മുന്നിലില്ല, അതുകൊണ്ട് തന്നെ പ്രതിസന്ധി ഇല്ല എന്ന് പറയുമ്പോഴും ഭാവിയിൽ, പ്രത്യേകിച്ചും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ജൂലൈ 1-നാണ് ഒഴിവ് വരുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഇടതുമുന്നണിക്ക് വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ 3 പാർട്ടികളും CPM-ന് ഒരു സീറ്റ് കിട്ടിയേ തീരുവെന്ന നിലപാട് അവർക്കുണ്ട്. ജോസ് കെ മാണിക്കും സീറ്റ് വേണം. CPIയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ഒരു പ്രതിസന്ധി അധികം വൈകാതെ ഇടതുമുന്നണിയുണ്ടാകും. എങ്ങനെ ഇത് പരിഹരിക്കും? നേരത്തെയൊക്കെ ചില കാര്യങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് CPIയേക്കാൾ കൂടുതൽ CPM തയ്യാറായിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി സീറ്റ് കാര്യത്തിലുമൊക്കെ CPIയും വിട്ടുവീഴ്ചയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് തയ്യാറായതാണ്. പക്ഷേ CPM വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അത്ര എളുപ്പമല്ല CPM-ന് ഒരു സീറ്റ് അങ്ങ് വിട്ടുകൊടുക്കാൻ. രാജ്യസഭാ സീറ്റാണ്. അടുത്ത തവണ ഭരണമുണ്ടാകുമെന്ന് സംസ്ഥാനത്ത് ഒരു ഉറപ്പുമില്ല. അങ്ങനെ വരുമ്പോൾ ഇനി എന്നാണ് ഒരു സീറ്റിലേക്ക് പോകുക, ഒരു രാജ്യസഭയിലേക്ക് അയക്കാൻ കഴിയുക എന്ന കാര്യമൊക്കെ സംശയമാണ്. അതുകൊണ്ട് തന്നെ CPM-ഉം ആ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. 3 പ്രധാനപ്പെട്ട പാർട്ടികൾ 2 സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇനിയും ചെറു പാർട്ടികൾ സ്വാഭാവികമായി അവകാശവാദം ഉന്നയിക്കും. നേരത്തെയൊക്കെ അവർ രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ചെറിയ പാർട്ടികളൊക്കെ ജനതാദൾ എസിനെ പോലെയുള്ള പാർട്ടികളൊക്കെ സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നവരാണ്. അവരും സ്വാഭാവിക അവകാശവാദം ഉന്നയിക്കും. പക്ഷേ ഈ 3 പേർക്കുള്ളിൽ തന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നതാകും ഇടതുമുന്നണി നേതൃത്വത്തെ കുഴക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത. യെസ്, അരുണൊന്ന് തുടരുക. ശ്രീജിത്തുണ്ട് കോട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, കേരള കോൺഗ്രസ് എം മുന്നണിയിലെത്തിയപ്പോൾ, അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി CPM അല്ലെങ്കിൽ ഇടതുമുന്നണി നേതൃത്വം മുന്നോട്ട് വെച്ച ഒരു സാധ്യതയായിരുന്നു രാജ്യസഭാ സീറ്റ് അത് തുടരാമെന്നത്. അതിനപ്പുറത്തേക്ക് ആ സീറ്റ് നൽകാനുള്ള ഒരു സാധ്യത ഇടതുമുന്നണിയിൽ തൽക്കാലം ഉരുത്തിരിഞ്ഞിട്ടില്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം കേരള കോൺഗ്രസ് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. എന്താണ് കേരള കോൺഗ്രസിൽ നടക്കുന്ന ആലോചനകൾ? ഇതിൽ ഇടതുമുന്നണിയിൽ സീറ്റ് ആവശ്യം അതിശക്തമായി ഉന്നയിക്കുക, പ്രതികൂലമായൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം, അത്ര ആലോചനകൾ കേരള കോൺഗ്രസിൽ നടക്കുന്നുണ്ടോ ശ്രീജിത്ത്? തീർച്ചയായും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ കുറെ കാലമായിട്ടുള്ള ആലോചനകൾ ഉണ്ട് സജിത്ത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചത്. അതായത് അവർ ഇടുക്കി, പത്തനംതിട്ട പോലുള്ള സീറ്റുകളുടെ പേര് പോലും പറഞ്ഞാണ്, അല്ലെങ്കിൽ ചാലക്കുടി പോലുള്ള സീറ്റുകളുടെ പേര് പോലും പറഞ്ഞാണ് അവരൊന്ന് അഡ്വാൻസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ സാഹചര്യത്തിൽ അത് ഈ രാജ്യസഭാ സീറ്റ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു. പക്ഷെ അതവർ അവിടെ നിരസിക്കപ്പെട്ടു. വീണ്ടും ഒരു ക്ലെയിം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന് CPM-ന് വഴങ്ങേണ്ടി വരും എന്നാണ് അവരുടെ ഒരു വിലയിരുത്തലുള്ളത്. പ്രത്യേകിച്ച് ആ പാർട്ടിയെ ഇടതുമുന്നണി എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് നമുക്കറിയാം. ജോസഫ് ഗ്രൂപ്പും ഒപ്പം തന്നെ KM മാണി ഒരുമിച്ചപ്പോൾ പോലും 15 സീറ്റാണ് UDF-ൽ നിന്ന് കിട്ടിയത്. ഇവർ സ്പ്ലിറ്റായി KM മാണി ഇല്ലാത്ത ജോസ് കെ മാണി മാത്രമുള്ള ഒരു പാർട്ടിക്ക് 13 സീറ്റ് കൊടുത്ത് പിന്നീട് 12ലേക്ക് അത് മാറുന്ന സാഹചര്യം പോലും നമ്മൾ കണ്ടതാണ്. വലിയ സ്വീകാര്യത നൽകിക്കൊണ്ടാണ് അവർ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ CPM നിലനിർത്തിയത്. അതേപോലെ ഒരു സ്വീകാര്യത ഉണ്ടാകുമെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് കൂടിയെങ്കിലും കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷെ അത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടാണ് ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ചുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് അവർ ഔദ്യോഗികമായി അങ്ങനെ ഒരു നിലപാടെടുക്കും. തുടർന്ന് LDF-ൽ ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യും, ആവശ്യപ്പെടുകയും ചെയ്യും. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ കോട്ടയത്ത് തോൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ CPM-ന്റെ ഒന്നും കണക്കിൽ കോട്ടയം ജയിക്കുന്ന പട്ടികയിലല്ല ഉള്ളത്. അങ്ങനെ കോട്ടയത്ത് തോറ്റു കഴിഞ്ഞാൽ പിന്നീട് ഒരു MP പോലും ഇല്ലാത്ത പാർട്ടിയായി കേരള കോൺഗ്രസ് മാറും. അത് അപ്പോൾ രാജ്യസഭാ MP സ്ഥാനമെങ്കിലും വേണ്ടത് അവരെ സംബന്ധിച്ച് അനിവാര്യതയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം
ഈ പാർട്ടിയുടെ ചിഹ്നത്തെക്കുറിച്ചും പാർട്ടിയുടെ അംഗീകാരത്തെക്കുറിച്ചും ഒക്കെ വാചാലരായി ഇപ്പുറത്തെ ജോസഫ് ഗ്രൂപ്പിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക കൂടി ചെയ്തിരുന്നവരാണ് അവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഒന്നുമില്ലാത്തൊരു പാർട്ടിയായി മാറാൻ എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് കഴിയില്ല. ഈ ചിഹ്നമൊക്കെ കിട്ടാനും അത്തരം പാർട്ടിയുടെ പേരൊക്കെ നിലനിർത്താനും ഒക്കെ നിയമ പോരാട്ടങ്ങളിൽ വിജയം കണ്ടതും ഈ എംപിമാരുടെ അടക്കമുള്ള 2 എംപിമാരുണ്ട് എന്ന ക്ലെയിമൊക്കെ വെച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇല്ലാതിരുന്ന് LDF-ൽ നിൽക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതുവരെ LDF-ൽ ഒരു അച്ചടക്കമുള്ള പാർട്ടിയായി അവർ നിൽക്കുന്നു. മലയോര മേഖലയിലെ പ്രശ്നങ്ങളടക്കം അവർക്ക് പലപ്പോഴും ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ ലോക്സഭാ സീറ്റ് ചോദിക്കുന്നതും ഇപ്പോൾ രാജ്യസഭാ സീറ്റിൽ ഒരു ശക്തമായ നിലപാടിലേക്ക് പോകാനും അവരെ പ്രേരിപ്പിക്കുന്നത്. സജിത്ത്. ശ്രീജിത്ത് വരാം. അരുണ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം സ്വാഭാവികമായും ഈ ചർച്ചകളെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കുമെന്നത് ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് ഒരു ഭേദപ്പെട്ട സാഹചര്യം ഉണ്ടായാൽ ചില വിട്ടുവീഴ്ചകൾക്ക് CPM കൂടി തയ്യാറാക്കും. അരുണിലേക്ക് തിരിച്ചു വരാം. സ്റ്റീഫൻ ജോർജ് നമുക്കൊപ്പം ചേരുന്നു കേരള കോൺഗ്രസിൽ നിന്ന്. സ്റ്റീഫൻ ജോർജ്, ഇന്ന് നിങ്ങളുടെ ചർച്ച നടക്കാനിരിക്കുകയാണ്. പക്ഷേ ഈ രാജ്യസഭാ സീറ്റ് ആവശ്യം അത്ര സേഫ് ആണോ വീണ്ടും കിട്ടുക എന്നത്? സ്റ്റീഫൻ ജോർജിലേക്ക് മടങ്ങി വരാം. അരുൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. തെരഞ്ഞെടുപ്പ് ഫലം ഇടതുമുന്നണിക്ക് ഒരു ഭേദപ്പെട്ട നില നൽകിയാൽ ഒരുപക്ഷെ ചില വിട്ടുവീഴ്ചകൾക്ക് മുന്നണി നേതൃത്വം എന്ന് പറയുന്ന CPM ഒരുപക്ഷെ തയ്യാറേക്കാം. പക്ഷെ അതിനപ്പുറം ലോക്സഭയിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ ചെറു പാർട്ടികൾക്കൊക്കെ സീറ്റ് അനുവദിക്കുക, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ഒരു പക്ഷേ CPI ഒപ്പം നിർത്തിയേക്കാം. കേരള കോൺഗ്രസിന് പഴയ ഒരു പരിഗണന നൽകാൻ CPM തയ്യാറാകുമോ? സഹിത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ പ്രകടനം എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇടതുമുന്നണിയിൽ എത്രത്തോളം മോശമാകും ഈ വിഷയം എന്നത്. അതിന് കാരണം ഒരു പ്രധാനപ്പെട്ട നേതാവുമായി അല്പസമയം സംസാരിക്കുമ്പോൾ CPM നേതാവ് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തട്ടെ, അതിനുശേഷം മാത്രമേ സീറ്റുകളുടെ കാര്യത്തിൽ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് ഒരു ചർച്ചയിലേക്ക് നിലപാടിലേക്ക് CPM കടക്കുകയുള്ളൂ. അതിന് കാരണമായി പറയുന്നത് സ്വാഭാവികമായും ആരും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല, രണ്ടുപേർക്കും അവകാശവാദം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ എന്താകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രകടനം, പ്രത്യേകിച്ച് CPM-ന്റെ പ്രകടനം? CPM-ന് അവർ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു 2 അക്ക സീറ്റിലേക്ക് ഇടതുമുന്നണി എത്തുകയും CPM-ന് അവിടെ ഭേദപ്പെട്ട പ്രകടനം നടത്തുകയും ചെയ്തു. പക്ഷേ ഒരു വിട്ടുവീഴ്ച കൂടി തുടരുക. സ്റ്റീഫൻ ജോർജ് നമുക്കൊപ്പമുണ്ട്. സ്റ്റീഫൻ ജോർജ്, ഇന്ന് നിങ്ങളുടെ യോഗം ചേരാനിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം. രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യം മുമ്പ് ഇടതുമുന്നണിയിൽ ഉണ്ടായ ഒരു വാഗ്ദാനമാണോ, അത് വീണ്ടും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇതിന് ചർച്ച ചെയ്യാൻ സമയമായില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ജൂലൈ 1 വരെ ഉണ്ടല്ലോ കാലാവധി. അതിനുശേഷം പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടല്ലേ ഇതിന്റെ ചർച്ച വരേണ്ടതുള്ളൂ. നേരത്തെ തന്നെ ചില മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വാർത്ത വന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഈ ചർച്ച എടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം, കേരള കോൺഗ്രസ് എമ്മിന് അവകാശപ്പെട്ടതാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് ശ്രീ ജോസ് കെ മാണി, ബഹുമാനായ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP ആണ് രാജ്യസഭയെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പോയിട്ടുള്ളത്. ആ നിലയിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് ക്ലെയിമുള്ള സീറ്റ് തന്നെയാണ് ഇക്കാര്യം ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ മുന്നണിയിലേക്ക് ഇടതുമുന്നണിയിലേക്ക് എത്തുമ്പോൾ ഒരു രാജ്യസഭാ സീറ്റും ഒരു ലോക്സഭാ സീറ്റും അങ്ങനെ ഒരു ധാരണ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. അന്ന് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു? ഇല്ല, അന്ന് അങ്ങനെ ധാരണ ഉള്ളത് കൊണ്ടാണല്ലോ അന്ന് നമ്മുടെ സിറ്റിംഗ് ആണല്ലോ സീറ്റ്. അത് രാജിവെച്ചതിന് ശേഷം വീണ്ടും കേരള കോൺഗ്രസ് തന്നെ ഇത് തരാൻ കാരണം അതാണ്. ഞങ്ങൾ മുന്നണി മാറി വരുമ്പോൾ ബഹുമാനായ ശ്രീ ജോസ് കെ മാണി ആ സ്ഥാനം രാജിവെച്ചിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ഇടതുപക്ഷ മുന്നണി അത് പരിഗണിക്കാൻ കാരണം അന്ന് ഞങ്ങൾക്ക് നിലവിലുള്ള സീറ്റാണ് എന്നുള്ള രീതിയിലാണല്ലോ. ഒരുപക്ഷെ നിങ്ങളെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ആലോചന ആയിക്കൂടെ അത്? അതിനപ്പുറം ഇല്ല, അങ്ങനെയല്ലല്ലോ അതിന്റെ സംഭവം. അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഈ രാജ്യസഭയ്ക്ക് വേണ്ടിയല്ലല്ലോ ഇടതുപക്ഷ മുന്നണിയിലേക്ക് അവർ കൊണ്ടുവരാൻ വേണ്ടി ഓഫറും നൽകിയിട്ടൊന്നുമില്ല. അങ്ങനെയല്ലല്ലോ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം UDF-ന്റെ കൺവീനർ ശ്രീ ബെന്നി ബെഹനാൻ കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കും. ഇനി തിരിച്ച് ഒരുപാട് പ്രചരണം കോൺഗ്രസ് നടത്തിയെങ്കിലും സത്യം ഇതാണല്ലോ. അതായത് നിസ്സാരമായ കാര്യത്തിന് വേണ്ടി അന്ന് സെറ്റിൽമെന്റ് ഉണ്ടാകാൻ വേണ്ടി എല്ലാം ആലോചിച്ച് തീരുമാനിച്ചു. ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ ഇടപെട്ട് അങ്ങനെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ചർച്ച നടക്കുകയും ആ നിലയുള്ള ചർച്ചയൊക്കെ നടന്ന സമയത്ത് അപ്രതീക്ഷിതമായാണല്ലോ അന്നത്തെ UDF-ന്റെ കൺവീനർ ശ്രീ ബെന്നി ബെഹനാൻ ഒരു പത്രസമ്മേളനത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയെന്ന് അറിയിക്കുന്നത്. അപ്പോ ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. കുറെ നാൾ കൂടി ഞങ്ങൾ കാത്തിരുന്നു. അതിനുശേഷം
പല ചർച്ചകൾ നടന്നിട്ടാണല്ലോ LDFിലേക്ക് വന്നല്ല. രാജ്യസഭാ സീറ്റിന്റെ ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ മുന്നണി ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വന്നിട്ടുണ്ട്. അത് ന്യായമാവാം. പക്ഷേ ഒരു പുതിയ സാഹചര്യം ഇപ്പൊ ജൂലൈയിലാണെങ്കിൽ കൂടിയും ജൂലൈയിൽ ഒഴിവ് വരുന്ന 3 സീറ്റുകളിൽ 2 മാത്രമേ ഇടതു മുന്നണിക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അതിൽ 2 3 കക്ഷികൾ നിൽക്കുകയാണ്. ഒന്ന് CPM, ഒന്ന് CPI, മറ്റൊന്ന് നിങ്ങൾ കേരള കോൺഗ്രസ് എം. ഇതിൽ 3-ൽ ആർക്ക് പരിഗണന എന്നതാണ് ചോദ്യം. അതിൽ നിങ്ങളുടെ ക്ലെയിമിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അല്ല, അത് പിന്നെ ഓരോ പാർട്ടിക്കും അവരുടേതായ നിലപാടുകളുണ്ടല്ലോ. അതിരിക്കട്ടെ, അതല്ല വിഷയം. ഇത് ഉചിതമായ തീരുമാനമെടുത്ത് ഉചിതമായ സമയത്ത് ഉചിതമായി പരിഹരിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പാർട്ടിയാണല്ലോ CPM. തീർച്ചയായിട്ടും മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPM അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ഉചിതമായ തീരുമാനം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിന് ഒരു പരിഗണന നൽകിക്കൊണ്ടുള്ള തീരുമാനം, അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് ചിന്തിക്കുന്നില്ല. അല്ല, ഞാൻ ഉചിതമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. കേരള കോൺഗ്രസ് നിലവിലുള്ള സീറ്റാണല്ലോ അത്. അത് നമ്മുടെ പാർട്ടി ചെയർമാൻ പ്രതിനിധീകരിക്കുന്ന സീറ്റ്. അതെ. ഇന്നത്തെ യോഗത്തിൽ സ്വാഭാവികമായും രാജ്യസഭാ സീറ്റ് വിഷയമൊക്കെ ചർച്ചയാവും. കാരണം രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ സമയപരിധി എന്നൊക്കെ പറയുന്നത് വേഗത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ജൂലൈയിൽ ഉണ്ടാവുന്ന ഒഴിവ് സംബന്ധിച്ച ഒരു ചർച്ച ഇപ്പോഴേ തുടങ്ങി വെക്കേണ്ടി വരും. എന്താണ് കേരള കോൺഗ്രസ് ഇന്നത്തെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ആലോചന നടത്തുക? ഇന്ന് ഞങ്ങൾ യോഗം വിളിച്ചിരിക്കുന്നത് രാജ്യസഭാ സീറ്റിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിന്റെ ഒരു അവലോകനം ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്നു കഴിഞ്ഞു. കേരള കോൺഗ്രസിന്റെ ആയിട്ടും LDFിന്റെ ആയിട്ടും പഞ്ചായത്ത് തലത്തിലും നിയമന തലത്തിലും ഒക്കെ അത്തരം അവലോകനങ്ങൾ നടന്നു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് പിന്നെ യോഗം കൂടിയിട്ട് സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കാൻ പറ്റിയ യോഗം കൂടി ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് യോഗം വെച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അവലോകനം എന്ന് പറയുമ്പോൾ ലോക്സഭയിലെ വിജയ സാധ്യതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. ലോക്സഭയിലെ സാഹചര്യങ്ങൾക്ക് തുടർച്ചയായി രാജ്യസഭയിൽ വരുന്ന ഒഴിവുകളും ചിന്തയിലേക്ക് വരും. ഇങ്ങനെ പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചിന്തിക്കുമല്ലോ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചർച്ചയായിരിക്കില്ലല്ലോ. അതെ, അതെല്ലാം വരും. അത് പൊതുവെ കമ്മിറ്റി കൂടുമ്പോൾ അങ്ങനെ പല ആളുകളും പല അഭിപ്രായങ്ങൾ വരും. അതിനെക്കുറിച്ച് ചർച്ചയുണ്ട്. അതൊക്കെ സ്വാഭാവികമാണല്ലോ. ഇത് രണ്ടാണല്ലോ, രാജ്യസഭയും ലോക്സഭയും 2ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പും രാജ്യസഭ തെരഞ്ഞെടുപ്പും 2 കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ പാർട്ടി കാണും. ഈ നിലവിൽ ഈ രാജ്യസഭാംഗമായിട്ടാണ് പാർട്ടി ചെയർമാൻ പാർലമെന്റിൽ എത്തിയിരിക്കുന്നത്. ഇനിയൊരു ലോക്സഭയിൽ ഇനിയിപ്പം ഒഴിവുകളോ തെരഞ്ഞെടുപ്പുകളോ സമീപകാലത്തില്ല. അതല്ലെങ്കിൽ നിയമസഭ എന്നൊരു ഓപ്ഷനാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി നടക്കണമെങ്കിൽ 2 വർഷത്തിലധികം കാലാവധി ഉണ്ട് താനും. ആ ഒരു സാഹചര്യത്തിൽ പാർട്ടി അധ്യക്ഷനെ തന്നെ വീണ്ടും പാർലമെന്റിലേക്ക് എന്നൊരു പരിഗണനയിലാണോ രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യം കേരള കോൺഗ്രസ് വീണ്ടും ഉന്നയിക്കുക? അല്ല, അതെല്ലാം ഉചിതമായ സമയത്ത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമല്ലോ. അതിപ്പോഴേ കയറി ഞാനിങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ പരസ്യമായിട്ട് പറയാൻ പാടുള്ള കാര്യമല്ലല്ലോ. പാർട്ടിയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കാറുണ്ട് എല്ലാ കാലത്തും. അതുപോലെ തന്നെ ചെയ്യും, ഇത്തവണ ചെയ്യും. അക്കാര്യത്തിനൊന്നും തർക്കമില്ല. അക്കാര്യത്തിനൊന്നും ദൈവം സാധിച്ചു തർക്കമില്ലാത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അതാണ് അതിന്റെ ഒരു കേരള കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. നിങ്ങളുടെ പാർട്ടിയിൽ വലിയ രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കുന്ന പാർട്ടിയല്ല. അത് മാധ്യമങ്ങളുമായും പൊതുജനങ്ങളുമായും ഒക്കെ പങ്കുവയ്ക്കുന്ന പാർട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. എന്തായാലും CPM നേതൃത്വം ഈ വിഷയത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാകും, അങ്ങനെ തന്നെ കരുതുകയാണ് അല്ലേ? 100%. യെസ്. എന്തായാലും സ്റ്റീഫൻ ജോർജ് എന്തായാലും പ്രതികരിച്ചു തരാം. അരുൺ, നമ്മൾ പറഞ്ഞു വന്നത് ലോക്സഭയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യമാണ്. പലതുകൊണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, കേരള കോൺഗ്രസിന് പഴയതുപോലെ അത്ര ഇടതുമുന്നണിയോടോ CPMനോടോ ഒരു ബന്ധമില്ല, ബന്ധം മോശമായി എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യമാണ്. അടുത്ത നിയമസഭയിൽ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ കേരള കോൺഗ്രസ് ഒരുപക്ഷെ മുന്നണി വിടാനുള്ള സാധ്യത പോലും തള്ളിക്കളഞ്ഞുകൂടാ എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പോലും പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യമൊക്കെ വിലയിരുത്തുമ്പോൾ രാജ്യസഭാ സീറ്റിൽ CPM എടുക്കുന്ന നിലപാടിന് വലിയ പ്രസക്തിയുണ്ട്. അരുൺ, തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ പ്രധാനപ്പെട്ട കാര്യം. കേരള കോൺഗ്രസ് എമ്മിനെ CPM വളരെ വിലമതിക്കുന്ന ഒരു ഘടകകക്ഷിയാണ്. CPI വർഷങ്ങളായുള്ള അവരുടെ ഘടകകക്ഷിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് മറ്റൊരു ബന്ധമാണ്. അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് എം CPM ഇടതുമുന്നണിയിലേക്ക് വരുമ്പോൾ ആരാണ് വലിയ പാർട്ടിയെ തർക്കം CPIയും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുണ്ട്. നമ്മൾ നിരവധി വാർത്താ സമ്മേളനങ്ങളിൽ CPIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആരാണ് വലിയ പാർട്ടി എന്ന് അദ്ദേഹം പറഞ്ഞ കണക്കുകൾ അതിന് മറുപടി നൽകുമെന്നുള്ളതാണ്. അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം അതിന് മറുപടിയെ പറയുകയും ചെയ്തു. ഞാൻ അന്ന് പറഞ്ഞല്ലോ, കണക്കുകളാണ്
അത്തരമൊരു തർക്കം, മൂപ്പിളമ തർക്കം ഈ രണ്ടു പാർട്ടികളും തമ്മിലുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. CPIക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്ര സീറ്റ് കിട്ടുമെന്ന് അറിയേണ്ടിയിരിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിന് ഒറ്റ സീറ്റ് മാത്രമേ ഉള്ളൂ. അത് ജയിച്ചാൽ അവർക്ക് ഒരു സീറ്റാവും. അല്ലെങ്കിൽ വീണ്ടും ആരാണ് വലിയ പാർട്ടി, ഈ ആരാണ് CPMന് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന തർക്കം, ഒരു ചർച്ച അവിടെ വീണ്ടും ഉയർന്നു വരും. അപ്പോൾ CPM എടുക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. CPIയോട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള താല്പര്യം കാണിക്കുമ്പോൾ തന്നെ കേരള കോൺഗ്രസ് എം വലിയ രീതിയിൽ ഇടതുമുന്നിൽ നിൽക്കേണ്ട പാർട്ടിയാണെന്ന് CPI നേതൃത്വം കരുതുന്നു. അതിനുവേണ്ടി അവർ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുമെന്ന് കരുതുന്നവർ നിരവധിയാണ്. അതിന് കാരണം CPMന് ഇടതുപക്ഷത്തിന് കടന്നു കയറാൻ കഴിയാത്ത മധ്യകേരളത്തിൽ അവർക്ക് വേരോട്ടമുണ്ടാക്കിയ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് പത്തനംതിട്ട തന്നെ എടുക്കാം. പത്തനംതിട്ട 5 നിയമസഭാ സീറ്റുകളും ഇടതുമുന്നണിക്കാണ്. അവിടെ CPMന് രാഷ്ട്രീയ വളർച്ചയുണ്ടെന്ന് പറയുമ്പോഴും കേരള കോൺഗ്രസ് എമ്മിന്റെ കടന്നുവരവ് തള്ളിക്കളയാത്ത വിഷയമാണ്. അത് കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ ഒരിക്കലും ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് എം അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ അത്തരം ഗുണം CPMന് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം കേരള കോൺഗ്രസ് എമ്മിനെ തള്ളിക്കളയാൻ CPM തയ്യാറാകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം കേരള കോൺഗ്രസിനെ ആ രീതിയിൽ അടുപ്പിച്ച് നിർത്തണമെന്ന നിലപാടുള്ള നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സീറ്റിന്റെ പേരിൽ കേരള കോൺഗ്രസിനെ മുന്നണിയിൽ നിന്ന് തന്നെ കളയാൻ, മുന്നണി വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ CPM തയ്യാറാകില്ലെന്ന് വിലയിരുത്തുന്നവരാണ് ഏറെയും. ഏതായാലും മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറും, കാരണമായി മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറും. അതിനപ്പുറത്തേക്ക് നടക്കാതിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അധികം അകലെയല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ തുടർഭരണം തുടർഭരണത്തിൽ തുടർച്ച എന്നുള്ളതാണ് CPMന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ കൂടുതലെത്താൻ അവർ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. CPM നേതാക്കളുമായി സംസാരിക്കുമ്പോഴും കേരള കോൺഗ്രസിലെ നേതാക്കളും സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ഈ ഒരു തർക്കവും അഭിപ്രായ ഭിന്നതയും ഒക്കെ പ്രാദേശിക ഘടകങ്ങളിൽ മാത്രമാണ്. നേതൃത്വത്തിൽ വലിയ നല്ല ബന്ധമാണ് CPMന്റെയും കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാനുള്ള ഒരു കൂട്ടായ്മ ഇപ്പോഴും ഈ രണ്ട് പാർട്ടികൾ തമ്മിലുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പം കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിട്ട് പോകില്ല എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് CPM നേതൃത്വത്തിൽ ഏറെയും. ബിനോയ് വിശ്വം നമുക്കൊപ്പം ചേരുകയാണ്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി. ശ്രീ ബിനോയ് വിശ്വം, ഈ ഇടതുമുന്നണിയിൽ ഈ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് ഒരു ചർച്ച ആരംഭിച്ചിട്ടില്ല, ശരി തന്നെയാണ്, ജൂലൈയിൽ ഉണ്ടാവുന്ന ഒഴിവാണ്. പക്ഷേ ഈ സീറ്റ് ആവശ്യം ശക്തമായി തന്നെ CPIക്ക് മുന്നിൽ നിൽക്കുകയാണ്. 3 ഒഴിവിൽ 2 മാത്രമേ ഇടതുമുന്നണിക്ക് ജയിക്കാനാവൂ. അതൊരു പ്രശ്നമല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ല. LDF ചർച്ച ആരംഭിക്കുമ്പോൾ CPIയുടെ സീറ്റ് ആ സീറ്റ് CPIക്ക് കിട്ടും. അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന വാദം ഉണ്ടാക്കാൻ CPI ഇല്ല. 2 സീറ്റിൽ 3 കക്ഷികളുണ്ട്. CPI ഉണ്ട്, CPM ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്. ആർക്ക് നൽകും, ആരെ ഒഴിവാക്കുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരേണ്ടതില്ല. CPIയുടെ സീറ്റ് CPIക്ക് ആയിരിക്കും. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും എന്തായാലും CPI തയ്യാറല്ല. എന്തിന്? അതൊരു പ്രതിസന്ധിയായി മുന്നണി മാറില്ല, അങ്ങനെ തന്നെയാണോ കരുതുന്നത്? ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. LDFന്റെ രാഷ്ട്രീയ അടിത്തറയാണ് പ്രധാനം. അല്പസമയം മുമ്പ് കേരള കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ സ്റ്റീഫൻ ജോർജ് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരള കോൺഗ്രസിന് സീറ്റ് ആവശ്യം, അത് രാജ്യസഭാ സീറ്റ് കൂടി നേരത്തെ മുന്നണിയിലെത്തുമ്പോൾ ഉറപ്പ് നൽകിയതാണ്, അതുകൊണ്ട് തങ്ങളും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എവിടെയാണ് ഒരു പരിഹാരമെന്നാണ് ഞങ്ങൾക്ക് ഒരു സംശയം വരുന്നത്. ഞങ്ങളൊന്നും ഇതിന്റെ പേരിലൊരു മൽപ്പിടുത്തം ശീലിച്ചവരല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. CPIയുടെ സീറ്റ് CPIക്ക് ആയിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണത്തിന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രസക്തി ഇല്ലെന്നാണ്. എന്തിനാണ് പ്രതികരിക്കേണ്ടത്? ഒരു കഥയില്ലാത്ത വിഷയത്തെ പറ്റി എന്തിനാണ് പ്രതികരിക്കുന്നത്? അതെ, പക്ഷേ ഈ കേരള കോൺഗ്രസിനെയൊക്കെ മുന്നണിയിൽ വീണ്ടും നിർത്തേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമ്പോൾ രാജ്യസഭാ സീറ്റ് വിഷയത്തിലും ആരെങ്കിലും ഒക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമില്ലേ? അങ്ങനെ മുന്നണികൾ നിൽക്കുന്നത് രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതെങ്കിലും ഒരു സീറ്റ് എന്ന ഒരു ഘടകത്തിലല്ല മുന്നണി ബന്ധം എന്നതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രീയം മറന്നിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ടോ? അതായത് കേരള കോൺഗ്രസ് അങ്ങനെ ഒരു വാദം ഇപ്പോൾ ഉന്നയിക്കുന്നതിൽ അടിസ്ഥാനമില്ല എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ആരും ഒരു കെണിയൊരുക്കി. ആ കെണിയിൽ കേരള കോൺഗ്രസ് പെട്ടുപോകുന്ന എനിക്ക് ഭയമുണ്ട്. അവരൊന്നും അത്ര അപക്വമായിട്ട് ചിന്തിക്കുന്നവരല്ല. അവരൊക്കെ ഒരുപാട് രാഷ്ട്രീയ വിവേകമുള്ളവരാണ്. ജോസ് കെ മാണി ആയാലും സ്റ്റീഫൻ ജോർജ് ആയാലും ഒക്കെ വളരെ വളരെ രാഷ്ട്രീയമായിട്ടുള്ള പക്വത വന്നവരാണ്. അപ്പൊ മാധ്യമങ്ങളുടെ ഒരു കെണിയിൽ തലവെച്ച് കൊടുത്ത് അവരിങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ ആവശ്യം കാണിക്കുന്നത് എന്തെന്ന് എനിക്കറിയില്ല. അവർ ചെയ്യുന്നവരല്ല അങ്ങനെയൊന്നും പൊതുവെ.
എന്തായാലും CPIക്ക് ഇക്കാര്യത്തിൽ ഒരു തർക്കവും സംശയവുമില്ല എന്നാണ് അങ്ങ് നിലപാടെടുക്കുന്നത് അല്ലേ? CPIക്ക് സംശയത്തിന്റെ കാര്യം എന്ത്? CPIക്ക് ആണ് ആ സീറ്റ്, അതിന് സംശയത്തിന്റെ കാര്യം എന്തിനാണ്? ഇപ്പോൾ താങ്കളുടെ ഒഴിവിൽ ഒരുപക്ഷെ താങ്കൾ സംസ്ഥാന ചുമതലയിലായതുകൊണ്ട് മറ്റൊരാളാവും എത്തുക. അത് CPIയുടെ സംഘടനാ സംവിധാനത്തിൽ ചർച്ചകളൊക്കെ നടക്കേണ്ടതാണ്. എന്തായാലും ദേശീയ തലത്തിൽ അതെ ദേശീയ തലത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രാതിനിധ്യം കൂടുതൽ ശക്തിപ്പെടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ദേശീയ തലത്തിൽ പാർലമെന്റിലേക്കിൻ്റെ ഇരുസഭകളിലേക്കും കൂടുതൽ പ്രാതിനിധ്യം വേണം. അത് CPIയുടെ ഒരു പൊതുനിലപാട് കൂടിയാണ് അല്ലേ? എന്തായാലും വളരെ നന്ദി ശ്രീ ബിനോയ് വിശ്വം ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീജിത്ത്, നമ്മൾ പറഞ്ഞു വന്നത് കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടുകൂടി ചേർന്നാണ്. കാരണം ഈ ഇടതുമുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് അന്ന് വന്നപ്പോൾ ഉള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ല എന്നൊരു പ്രതിസന്ധിയുണ്ട്. അതിനുമപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ ചർച്ചകളെ അങ്ങേയറ്റം സ്വാധീനിക്കുമെന്നതും പ്രസക്തമാണ്. സ്റ്റീഫൻ ജോർജിൻ്റെയും ബിനോയ് വിശ്വത്തിൻ്റെയും വാക്കുകൾ നമ്മൾ കേട്ടു. ഇരു പാർട്ടികൾക്കും സംശയമില്ല തങ്ങൾക്ക് സീറ്റ് അനുവദിച്ചു കിട്ടുമെന്ന കാര്യത്തിൽ. പക്ഷേ നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം 2 സീറ്റിൽ ആർക്ക് നൽകുമെന്ന കാര്യത്തിൽ മുന്നണി നേതൃത്വം ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ കേരള കോൺഗ്രസിനൊരു അവഗണന ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടും? ഇങ്ങനെയുള്ള ആലോചനകളും കേരള കോൺഗ്രസിൽ നടക്കുന്നുണ്ടോ? രാഷ്ട്രീയ സാഹചര്യം അവർ പൊതുവിൽ വിശകലനം ചെയ്യുന്നത് എങ്ങനെയാണ്? തീർച്ചയായും സജിത്ത്, അത് പെട്ടെന്നൊരു തീരുമാനത്തിലേക്കല്ല. പക്ഷേ ഒരു ഭാവിയിൽ കേരള കോൺഗ്രസ് വീണ്ടും UDFിലേക്ക് എന്നും എത്തുമെന്നൊക്കെയാണ് രാഷ്ട്രീയ ഉപശാലകളിലെ ചർച്ചകൾ. അതിന് ഇതൊരു പ്രധാനപ്പെട്ട കാരണമായി മാറിയേക്കാം. കാരണം ഇടതുമുന്നണിയിലെത്തിയ കേരള കോൺഗ്രസും അങ്ങനെ കാര്യമായി മുന്നണി നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതികരണങ്ങളൊന്നും നടത്താറില്ല. ആ ഒരു കേഡർ സംവിധാനത്തിനുള്ളിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഫലത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ബിനോയ് വിശ്വവും ഇപ്പുറത്ത് സ്റ്റീഫൻ ജോർജും അഭിപ്രായം പറഞ്ഞു. പക്ഷേ സ്റ്റീഫൻ ജോർജിന്റെ അഭിപ്രായം തങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. മുന്നണി അങ്ങനെ ഒരു ഉചിതമായ തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുമ്പോൾ ബിനോയ് വിശ്വം അത് CPIക്ക് തന്നെയാണ് എന്ന് ഉറച്ച് കൃത്യമായി പറയുന്നു. മാത്രവുമല്ല, അപ്പുറത്തുള്ളവർക്ക് കുറച്ച് പക്വതയൊക്കെ ഉള്ളവരാണ്, അവർ പക്വത കാട്ടും എന്ന് പറയുമ്പോൾ സീറ്റിന് വേണ്ടിയല്ല, അതായത് CPIക്ക് സീറ്റ് വേണം, അപ്പുറത്ത് സീറ്റിന് വേണ്ടിയല്ല, ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് മുന്നണിയിൽ നിൽക്കുന്നത് എന്നൊക്കെ കൂടി പറഞ്ഞുകൊണ്ട് ബിനോയ് വിശ്വം അത് കേരള കോൺഗ്രസിനോട് അത്ര യോജിക്കുകയല്ല ഫലത്തിൽ ചെയ്യുന്നത് എന്നുകൂടി വായിക്കേണ്ടി വരും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമായി ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPI കടുംപിടുത്തത്തിൽ തന്നെയാണ്. കേരള കോൺഗ്രസ് തൽക്കാലത്തേക്കെങ്കിലും ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? അവരെ സംബന്ധിച്ച് മധ്യ കേരളത്തിൽ ഒരു അഭിമാനമായി നിൽക്കുന്ന, അതായത് അവർ MP സ്ഥാനമൊക്കെ കാണിച്ചുകൊണ്ടാണ് വലിയൊരു അഭിമാനം ചൂണ്ടിക്കാട്ടുന്നത്. അവർക്ക് അങ്ങനെ അഭിമാനം നഷ്ടപ്പെട്ട് ഇടതുമുന്നണിയിൽ നിൽക്കാനാകുമോ എന്നുള്ളത് ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. അത് പെട്ടെന്നൊരു ഉത്തരത്തിലേക്ക് കടക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ അതിന് കുറച്ചുകൂടി കാത്തിരുന്നുള്ള ഒരു ഉത്തരമായിരിക്കും അവർ നൽകുക. സജിത്ത്. ശ്രീജിത്ത് തുടരുക. അരുൺ, അവസാനമായി ഒരു കാര്യം കൂടി അരുണിലേക്ക് മടങ്ങി വരും. ശ്രീജിത്ത്, ഒരു കാര്യം കൂടിയുള്ളത്, ഈ കേരള കോൺഗ്രസിൻ്റെ ചർച്ചകളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ? കോട്ടയത്തൊരു പരാജയം അങ്ങനെ സംഭവിച്ചാൽ രാജ്യസഭാ സീറ്റ് ആവശ്യം കൂടുതൽ ശക്തമായി പിടിമുറുക്കും. ഒപ്പം ഈ ഇടതുമുന്നണിയുമായുള്ള കേരള കോൺഗ്രസിൻ്റെ ബന്ധം നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള ഉയരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏതെങ്കിലും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്? പ്രധാനമായിട്ടും ഈ ജോസ് ടോം എന്ന കേരള കോൺഗ്രസ് നേതാവിന് തങ്ങൾക്ക് ഘടകകക്ഷി എന്ന രീതിയിൽ അനുവദിച്ചു കിട്ടിയ ഒരു ബോർഡ് കോർപ്പറേഷൻ സ്ഥാനം അദ്ദേഹം രാജിവെച്ചു. അങ്ങനെ ഒരു ബന്ധം മോശമാകുന്നു എന്നൊരു ട്രെൻഡ് സൃഷ്ടിക്കാൻ പൊതുവിൽ കേരള കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടോ? അത്തരം ചർച്ചകൾ അത്തരം നീക്കങ്ങൾ കേരള കോൺഗ്രസിൽ കാണാൻ കഴിയുന്നു? ശ്രീജിത്തിന് കേൾക്കാം. അതാണ് രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളാണ് ഈ CPI ഇടതുമുന്നണിയിലെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഉയരാൻ പോകുന്നത്. ഇതിൽ CPIയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ബിനോയ് വിശ്വം പറയുന്നത് പോലെ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മുന്നണിയിൽ നിൽക്കുന്നത്. അത് ഏതെങ്കിലും സീറ്റ് വാദം ഉന്നയിച്ചുകൊണ്ടല്ല, അത് പരോക്ഷമായെങ്കിലും കേരള കോൺഗ്രസിനുള്ള മറുപടിയായി കൂടി അത് മാറുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ജൂലൈയിൽ ഒഴിവ് വരുന്ന 3 സീറ്റുകളിൽ 2 മാത്രം ഇടതുമുന്നണിക്ക് വിജയിക്കാനാകുമ്പോൾ കേരള കോൺഗ്രസിനോ CPIക്കോ CPMനോ സീറ്റ് ലഭിക്കുമെന്ന ചോദ്യമാണ് ഉയരുക. എന്തായാലും തുടർ ചർച്ചയ്ക്ക് വിധേയമാവുന്ന ചർച്ചയാണ്. ഇന്ന് 3 മണിക്ക് ചേർന്ന കേരള കോൺഗ്രസിൻ്റെ നേതൃയോഗത്തിൽ രാജ്യസഭാ സീറ്റ് എന്ന അവകാശവാദം വീണ്ടും ശക്തമായി ഉന്നയിക്കപ്പെടും എന്ന കാര്യത്തിലും തർക്കമില്ല.
നമുക്ക് ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി പരിഗണിക്കാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.